ഹലോ വെൽക്കം ബാക്ക് ടു ശ്രീഷീസ് യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് മെൻ്റൽ ഹെൽത്ത്. ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് അടുത്ത വളരെ ട്രോമാറ്റിക് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സൈക്കോട്ടിക് ഡിസോർഡറിനെ പറ്റിയിട്ടാണ്. ആൻഡ് ഈ ഡിസോർഡർ നമ്മളിൽ പലരിലും എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടായി പോയിട്ടുണ്ടാവാൻ പറ്റുന്ന ഒരു ഡിസോർഡറാണ്. കാരണം ഇത് വരുന്നതും പോകുന്നതും ഒരു ടൈം പീരീഡത്തേക്കായിരിക്കും. ചില സമയത്ത് പ്രൊലോങ്ഡായിട്ട് നിൽക്കുമെങ്കിൽ കൂടി ഒരു ട്രിഗറിനും ഒരു ടൈം പീരീഡിനും മാത്രം അതിനെ ഈ ഒരു ഡിസോർഡറിനെ ട്രിഗർ ചെയ്യാൻ കഴിയുകയും അങ്ങനെ ഒരു ഫാക്ടർ കാരണം ട്രിഗർ ആവുന്ന ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഡിസോർഡറിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ ഈ ഡിസോർഡറിനെ പറ്റി കംപ്ലീറ്റ് ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. സോ നമുക്ക് ഇന്നത്തെ ഡിസോർഡർ എന്താണെന്ന് നോക്കാം, നമുക്കതിനെപ്പറ്റി സംസാരിക്കാം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് PTSD എന്ന് പറയുന്ന ഒരു കോമൺ ആയിട്ട് ട്രോമാറ്റിക് എക്സ്പീരിയൻസസ് ഉണ്ടാവുന്നവരിൽ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു ഡിസോർഡറിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. PTSD എന്താണ് എന്നാണ് നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന PTSD എന്ന് പറയുന്ന ഒരു സാധാരണ ആളിൽ പെട്ടെന്ന് അങ്ങ് കയറി വരുന്ന ഒരു ഡിസോർഡർ അല്ല ഇത്. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും നിങ്ങളെ വിഷമിപ്പിച്ച് അധികമായി നിങ്ങളിൽ ഇമോഷൻ ഉണർത്തിയ അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാടധികം തളർത്തിയ ഒരു സിറ്റുവേഷൻ, ഇപ്പോൾ ആരെങ്കിലും വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ മരണമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായൊരു അപകടമോ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളിൽ ആരെങ്കിലുമായി ഇൻഫ്ലിക്റ്റ് ചെയ്യപ്പെട്ട ഒരു ഉപദ്രവമോ ഒക്കെ കാരണം നിങ്ങളിൽ ഉണ്ടാവാൻ പോകുന്ന ഒരു സൈക്കോട്ടിക് ആയിട്ടുള്ള ഫോബിയ അല്ലെങ്കിൽ ഒരു ട്രിഗർ വാർണിംഗ്, നമ്മുടെ ഫ്ലൈറ്റിനെ ട്രിഗർ ചെയ്യുന്ന ഒരു വാർണിംഗ് സിഗ്നൽ ഇവിടെ ലൈക്ക് ആ ഒരു സിറ്റുവേഷനോട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുകയും ആ ഒരു ട്രിഗർ എപ്പോൾ എവിടെ വെച്ചുണ്ടായി കഴിഞ്ഞാലും നിങ്ങളുടെ ബോഡിയും മൈൻഡും കംപ്ലീറ്റ് ആയിട്ടൊരു സർവൈവൽ സ്റ്റേറ്റിലേക്ക് പോവുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് PTSD ഉണ്ട് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. സോ എന്താണ് PTSDയുടെ ഒരു സിംറ്റംസ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആർക്കെങ്കിലും ഇപ്പോൾ ഒരു ആർമിയിലായിട്ട് ഉള്ള ആളാണെങ്കിൽ അയാൾക്ക് ഇപ്പോൾ ഒരു ചെറിയ ബലൂൺ എവിടെയെങ്കിലും പൊട്ടിയാൽ ഉണ്ടാകുന്നൊരു ഞെട്ടലും പേടിയും, ആ ഒരു പേടി കാരണം അയാൾക്ക് ദിവസങ്ങളോളം ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു ഡിസ്ഫങ്ഷനും ഒക്കെയാണ് PTSDയുടെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത്. PTSDയിൽ കൂടുതലും ഒരുപാടധികം ടൈം ലൂപ്പുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് ഈ ഒരു ഇൻസിഡൻറ്റ് നമ്മുടെ ബ്രെയിൻ നമ്മളെ തന്നെ റിലീവ് ചെയ്ത് കാണിച്ചു തന്നുകൊണ്ടേയിരിക്കും. നമ്മളുടെ മൈൻഡിലും നമ്മളുടെ തോട്ടിലും എല്ലാ സമയവും ഇതിനി ഉണ്ടാവുമോ ഇതിൻ്റെ പിക്ചേഴ്സ്, അതുപോലെ ഇതുണ്ടായ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായ ഫീലിങ്സ് ഒക്കെ ഒരു തവണയും കൂടി ഇതിൻ്റെ ചെറിയൊരു ട്രിഗറോ അല്ലെങ്കിൽ എന്തെങ്കിലും ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന എന്തെങ്കിലും ഒരു സംഭവം, ഇപ്പോൾ ഒരു സാധനമായിരിക്കും, ഇപ്പോൾ ഒരു കപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ആ ഒരു സമയത്ത് വീണ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ കൂടി ആ ഒരു കപ്പ് വീണ് പൊട്ടുമ്പോഴായിരിക്കും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷനെ വീണ്ടും റീലീവ് ചെയ്ത് നമുക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടാവുകയും നമ്മളൊരു കംപ്ലീറ്റ് നംബ്നെസ്സിലേക്ക് പോവുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. സോ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറിൻ്റെ വേറൊരു സിംറ്റം എന്ന് പറയുന്നത് ഒരു നംബ്നെസ് ആണ്. ഇമോഷണൽ ആയിട്ടുള്ള ഒരു നംബ്നെസ് എന്ന് പറയുന്നത് ഇങ്ങനെ ട്രിഗർ ഉണ്ടാവുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഓവർ തിങ്കിങ്ങും അതുപോലെ നമ്മൾ ഒരുപാട് പ്രിക്കോഷൻസ് എടുക്കാനും ഒക്കെ സാധ്യതയുള്ള ഒരു സൈക്കോട്ടിക് ഡിസോർഡർ കൂടിയാണിത്. അതായത് നമുക്കത് ഇനിയും ഉണ്ടാവുമെന്നുള്ളൊരു പേടി കാരണം നമ്മൾ ഒരുപാട് മുൻകൈകൾ ഇതിന് വേണ്ടിയിട്ട് ഇത് ഇനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എടുക്കുകയും ആവശ്യമില്ലാത്ത സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഇതിൻ്റെ പേരിൽ അനുഭവിക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അടുത്ത ഒരു നോട്ടബിൾ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. PTSDക്ക് വേറൊരു ഇപ്പോൾ സിംറ്റം കൂടിയുണ്ട്. അതായത് ഇപ്പോൾ പറഞ്ഞാൽ ഇങ്ങനെ ഒരു ട്രിഗർ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ട്രിഗർ ഉണ്ടായ സാഹചര്യത്തിൽ എന്താണോ ആ ട്രിഗർ ഉണ്ടാക്കിയത് അതിനോടുള്ള അമിതമായ ദേഷ്യവും ഒരു ഹൈപ്പർ ഫിക്സേഷനും അതുപോലെ അഗ്രഷനും ഒക്കെ ചില ആൾക്കാരെ കാണിക്കാൻ സാധ്യതയുണ്ട്. അതായത് നിങ്ങളുടെ ഫ്ലൈറ്റ് എങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷനെ എടുക്കുന്നത്, അതായത് എങ്ങനെയാണ് നിങ്ങളുടെ ഫൈറ്റിൻ്റെ റെസ്പോൺസ് അതിനോട്, ആ ഒരു റെസ്പോൺസ് അനുസരിച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ അതിനോട് ഒരുപാട് ദേഷ്യം തോന്നാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നതിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഇപ്പോൾ റീക്രിയേറ്റ് ആയ സിറ്റുവേഷനിൽ ട്രിഗർ എങ്ങനെ ഉണ്ടായെന്ന് എന്തിനോടെങ്കിലും അസോസിയേറ്റ് ചെയ്ത് അതിനോട് ദേഷ്യം വെച്ച് പുലർത്താനൊക്കെ ഉള്ള ചാൻസസ് ഉള്ള ഒരു ഡിസോർഡറാണ് PTSD എന്ന് പറയുന്നത്. ചില സമയത്ത് PTSD എല്ലാ
തവണയും ഡില്യൂഷൻസ് മാത്രം ആവണം എന്നില്ല. ഈ ഡില്യൂഷൻസ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളുടെ ഓവർ തിങ്കിങ്ങിൻ്റെ ഹൈപ്പർ ഫിക്സേഷനായിട്ട് വരുന്ന ഒരു കാര്യവും ആവാം എന്നുള്ളതാണ് PTSD നമ്മളെ കൂടുതലും കാണിച്ചു തരുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. PTSDയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു കോൺഷ്യസ്നെസ്, ഒരു റിയാലിറ്റി കോൺഷ്യസ്നെസ് വിട്ടുപോകുന്ന രീതിയിലുള്ള ഫോബിയ നമുക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപകടകാരികളായി മാറാൻ സാധ്യതയുണ്ട്. കാരണം നമ്മളുടെ മൈൻഡ് അവിടെ വൾണറബിൾ ആണ് എന്നുള്ള കാര്യം നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഇങ്ങനൊരു കുഴപ്പമുണ്ട്, ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ട്രിഗർ ആവുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് വളരെ എന്താ പറയുക സോഷ്യലായിട്ടുള്ള അതേപോലെ ഇൻ്റർപേഴ്സണൽ ആയിട്ടുള്ള ഇഷ്യൂസ് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു ചെറിയ ഡാർക്ക് സൈഡ് കൂടെ ഉള്ള ഒരു മെൻ്റൽ ഡിസോർഡറാണ് PTSD എന്ന് പറയുന്നത്. സോ PTSD ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ബോഡിയും നമ്മളുടെ മൈൻഡും നമ്മൾ വീണ്ടും പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ നമ്മുടെ ഇമ്മ്യൂണിറ്റിയുടെ തന്നെ ഒരു റിഫ്ലക്ഷൻ തന്നെയാണ് PTSD എന്ന് പറയുന്നത്. നമ്മുടെ മൈൻഡ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പലതും എന്താ പറയുക ബാക്കിലേക്ക് വലിച്ചെന്നിരിക്കാം. ചില ഇമോഷൻസ് ചില ആൾക്കാരിൽ നിന്നും നമ്മൾ സ്പേസ് പാലിച്ചെന്നിരിക്കാം. പക്ഷേ ഇങ്ങനെയൊക്കെ വരുമ്പോഴും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുന്നു എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ ലവ്ഡ് വൺസിനെ ഹേർട്ട് ചെയ്യാൻ പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ കൂടുതലും നമ്മൾക്ക് ഈ PTSD ഇഷ്യൂസ് ഉണ്ട് എന്ന് തോന്നുവാണെങ്കിൽ ഓഫ് കോഴ്സ് തെറാപ്പി സെക്ഷൻസ് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ CBT ഇപ്പോൾ ഈ കൗൺസിലിംഗ് വഴിയാണെങ്കിലും അല്ലെങ്കിൽ ബ്രീതിങ് എക്സസൈസസ് കുറച്ചുകൂടിയൊക്കെ സ്ട്രെസ്സ് കുറയ്ക്കുന്ന രീതിയിലുള്ള ഡോപ്പമീൻ എന്താ പറയുക ആ ഒരു അസോസിയേഷൻ കട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു അഫർമേഷൻസ്, തോട്ട് പ്രോസസ് ചേഞ്ചിങ്, അതിനെയൊക്കെ ഈ ഒരു PTSDയെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് സയൻസ് പറയണത്. കംപ്ലീറ്റ്ലി ഇൻക്യൂറബിൾ ആയിട്ടുള്ള ഡിസീസും അല്ല, ഒരു കണ്ടീഷനാണ് PTSD എന്ന് പറയണത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ ഏതെങ്കിലും ചെറിയ ചെറിയ ഭാഗങ്ങൾ നിങ്ങളുടെ കൂടെ കൊണ്ട് നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ചെറിയ സംഭവം നിങ്ങളെ ട്രിഗർ ചെയ്യുന്നു എന്നും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ തന്നെയാണിത്. നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും അറിയാമെങ്കിൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കേണ്ട ഒരു വീഡിയോ തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ താങ്ക് യു.